അമ്മാമ്മ എന്തത് ചോറിന്റെ പകരം തിന്നണേ? ഇതോ ചോറല്ല മക്കളെ, ഇത് കറി വെക്കാൻ ഒരു സാധനമാണ്. ചക്കയുടെ കുരുവാണ് ഇത്. കറി വെക്കാൻ നല്ല സാധനമാണ്. ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കണേ തോരൻ. ഇത് കറി ചാറാക്കും. മാങ്ങയൊക്കെ ഇട്ട് മാങ്ങ, ഉള്ളി, വെളുത്തുള്ളി, കരിയാപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലൊരു കറി ഉണ്ടാക്കും. അപ്പൊ കറി ഉണ്ടാക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്ന് അറിയോ? എന്ത് ചെയ്യണം? തൊലി പൊളിക്കണം. അപ്പൊ നിങ്ങൾ കൂടുവോ സഹായിക്കാൻ? എനിക്ക് അപ്പൊ ഞാനിത് എടുക്കാം. ഇത് തൊലി പൊളിച്ച് തരണം കേട്ടോ. നന്നായിട്ട് തൊലി പൊളിക്കണം. അറിയോ? പൊളിക്കാൻ അറിയോ? പൊളിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഞാൻ വിളിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ഞാൻ കറി വെച്ച് തരാം. നല്ല കൂട്ടാനാ ചോറിന്. ഇത് ചോറിന് കൂട്ടണമെങ്കിലേ എല്ലാ ആൾക്കാർക്കും ഈ കറി വയ്ക്കുമ്പോൾ ചക്കക്കുരു കറി എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കറി വെച്ച് കൂട്ടാൻ കൊള്ളുമെന്ന് എല്ലാവരും ചോദിക്കും. അപ്പൊ ഞാൻ അന്നേരം കഥ പറഞ്ഞു തരാം. പണ്ട് ഒരച്ഛൻ ഇങ്ങനെ വീടുകളിൽ കൂടി എല്ലാം പോകുമായിരുന്നു. വീടുകളിൽ കൂടി എല്ലാം അങ്ങനെ പോകുമ്പോൾ അച്ഛന് ഭയങ്കര വീട് സന്ദർശനത്തിന് പോണതാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴേ അച്ഛന് നല്ല വിശപ്പുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോ അച്ഛന് ആരും ഒന്നും കൊടുക്കണില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു അമ്മച്ചീനെ കണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, അമ്മച്ചി വല്ലതും കഴിക്കാനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ചോറ് ഇരിപ്പുണ്ട് അച്ഛാ, കറിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ വേഗം അച്ഛൻ പറഞ്ഞു, എനിക്ക് ചോറുണ്ടെങ്കിൽ ഇച്ചിരി ചോറൊന്ന് വെച്ചാൽ മതി. എന്റെ കയ്യിൽ ഒരു കൂട്ടം കറിയുണ്ട്. അച്ഛൻ ഇങ്ങനെ വിരൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കൂട്ടം കറിയുണ്ട്, അത് കൂട്ടി ഞാൻ ചോറ് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി വിചാരിച്ചു അത് എന്ത് കറിയായിരിക്കും വിചാരിച്ചു. അമ്മച്ചി അങ്ങനെ ഇരുന്നു. അച്ഛൻ പറഞ്ഞു, ഒരു മുളകും പൊട്ടിച്ച് എനിക്ക് ചോറ് തന്നേച്ചാൽ ഞാൻ ഈ ഒരു കൂട്ടം കറിയും കൂട്ടി കുടിച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേഗം അമ്മച്ചി അടുക്കളയിൽ പോയിട്ട് കുറച്ച് ചോറും എടുത്ത് മുളകും പൊട്ടിച്ച് അച്ഛനോട് കൊടുത്തു. അപ്പൊ അച്ഛൻ നല്ലോണം ഇരുന്ന് കഴിക്കാം. അച്ഛൻ നല്ല വിശപ്പായിരുന്നു. വിശന്ന് അച്ഛൻ ഇങ്ങനെ ഇരുന്നു വേഗം ഇങ്ങനെ വാരി തിന്നാണ്. തിന്നുമ്പോ അച്ഛൻ ചോദിച്ചു. അപ്പൊ അമ്മച്ചി ചോദിച്ചു, എവിടെയാ അച്ഛാ ഒരു കൂട്ടം കറി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വേഗം പറയുകയാണേ, ഈ വിശക്കുമ്പോ എന്തിനാ മക്കളെ കറി? അല്ല എന്തിനാ അമ്മച്ചി കറി? ഞാൻ എന്റെ വിശപ്പാണ് ഒരു കൂട്ടം കറി. അപ്പൊ ഞാൻ ഇത് കൂട്ടും ചോറുണ്ടോളാന്ന് പറഞ്ഞു. അച്ഛൻ വേഗം ചോറ് കൊണ്ടിട്ട് എണിച്ചു പോയി. അപ്പൊ ഈ ചക്കക്കുരു കറി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പുച്ഛാണ്. പക്ഷെ ഇത് അതിനേക്കാളൊക്കെ നല്ല രസമുള്ളൊരു കറിയാണ്. അപ്പൊ ഞാനിത് ഉണ്ടാക്കി എല്ലാവർക്കും തരാം. അന്നേരം നിങ്ങൾ നോക്കിക്കോ, കൂട്ടുമ്പോ രുചിയുണ്ടോന്ന് പറയണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞു തന്നേരേ. അപ്പൊ മക്കളെല്ലാരും കൂടെ കൂടി തൊലിയൊക്കെ ചെന്നാൻ എന്നെ സഹായിച്ചു. എല്ലാം തൊലി എണ്ണി കളഞ്ഞത് ഇങ്ങനെ വെച്ചു. ഇനി ഞാനിത് അരിഞ്ഞെടുത്ത് കറി ഉണ്ടാക്കി എല്ലാവർക്കും തരാം കേട്ടോ. നല്ല മക്കള് നമ്മളിന്ന് ഒരുക്കി ശരിയാക്കി കൊണ്ടുവന്ന് ചക്കക്കുരു അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവുകയാണ്. നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കത് കറിയാക്കാം. വേവിക്കുന്ന അതിന് ഉപ്പിട്ട് വേവിക്കണം. ഉപ്പിട്ട് വേവിച്ചിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കട്ടെ. നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി എല്ലാവർക്കും തരാം. അപ്പം ഞാൻ നമ്മുടെ ചക്കക്കുരു അടുപ്പത്ത് വെച്ചത് വെന്തോന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. തീ കൊടുക്കട്ടെ. ഞാൻ ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാൻ വേണ്ടി മാങ്ങ അരിഞ്ഞ് വെച്ചത്, ഒരു മാങ്ങ അരിഞ്ഞതാണ് ഇത്. മാങ്ങ അരിഞ്ഞതും കുറച്ച് കരിവേപ്പില, പച്ചമുളക്, ഉള്ളിക്ക് എന്താ തമിഴിൽ പറയണ വെങ്കായം. നമ്മൾ തമിഴ്നാട്ടിലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉള്ളി ഇത് കൂടെ ഇട്ട് വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കണം. മാങ്ങ സാധനങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബാക്കി വേണ്ട അരപ്പും സാധനങ്ങളൊക്കെ ചേർത്ത് നല്ല ചക്കക്കുരു കൂട്ട ഉണ്ടാക്കി തരും. വിസിൽ വേണ്ട, അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച ചക്കക്കുരു മാങ്ങ എന്തൊന്ന് തുറന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് തീ കൊടുക്കട്ടെ. തീ കൊടുത്ത് ഇനി ഇതിന് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി കൊടുത്ത് വെച്ച് തിളക്കട്ടെ. ഇനി നമ്മൾ തേങ്ങ, ജീരകം, കാന്താരി മുളക്, വെളുത്തുള്ളി ഇങ്ങനെ 3-4 സാധനം ചേർത്ത് അരച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണിത്. ഈ അരപ്പ് ചേർക്കുന്നതിൽ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അത് അടച്ച് വയ്ക്കി നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു കൂട്ടം കറിയിൽ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ ഇത് നമ്മൾ ചക്കക്കുരു ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ.
ഈ ചക്കുരുക്കുമ്പരും മാങ്ങയും കറിയാണ്. നമുക്ക് ചക്കുരും മാങ്ങയും കറി ഉപ്പുണ്ട്, നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരു കറിയില്ലെങ്കിലും നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. അതിനാണ് ഒരു കൂട്ടം കറിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നത്. ഓർക്കണം കേട്ടോ, മറന്നു പോകരുത്. എപ്പോഴും ചോറിനാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് ആ കറി പോരെ ഈ കറി പോരെ കുറേ കറി വേണമെന്നും പറയരുത്. അപ്പോൾ ഒരു കൂട്ടം കറി കൂട്ടിയായാലും ചോറുണ്ണണം. അപ്പോൾ എന്നെ ഒരു കൂട്ടം കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണം കേട്ടോ. എന്നാൽ ശരി, ഇത് വെന്ത് വാങ്ങട്ടെ. രണ്ടെണ്ണം മൂപ്പിച്ചിട്ട് ചോറ് തരാം കേട്ടോ. എണ്ണ ഒഴിച്ചു. ഒരു കൂട്ടം കറിക്ക് എണ്ണ ഒപ്പിക്കാൻ പോവാണേ. കടുകിട്ടു. നല്ല ചെറിയ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് അത് എണ്ണയിലിട്ട് കഴിഞ്ഞ് അത് ഈ കറിക്ക് എണ്ണ ഒപ്പിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ലേശം ഉലുവ ഇടണം. ലേശം ഉലുവ ഇടണം. അങ്ങനെ നല്ല മോര് കറി പോലെ ഉണ്ടാവും. ലേശം ഉലുവയിട്ട് അത് കടച്ചു വെച്ചോ അത് വേണ്ട, അത് കടച്ചു വെച്ചോ ഉലുവയിട്ട്. ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ അതിലിട്ട് മൂപ്പിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. ഇപ്പം തന്നെ കുട്ടികൾക്ക് ചോറിനാൻ തോന്നും. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ചേർക്കട്ടെ. ആ ചോറിന് ഇപ്പം തന്നെ ചോറ് തരാം. കറിയൊക്കെ മൂത്ത് നല്ല രുചിയായിട്ട് ഉണ്ടാക്കട്ടെ. ആ രുചി നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് നോക്കിക്കേ. ഇങ്ങനെ ഉപ്പ് റെഡി ആയിട്ടുണ്ട്. ആർക്കാ ചോറ് വേണ്ട? ചോറ് വേണോ? അപ്പം തരാം. എന്നാൽ ശരി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ അടിച്ച് എന്നെ വിജയിപ്പിക്കുക. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു മാങ്ങയുടെ കറി ഉണ്ടാക്കിയ നല്ല ചാറ് കറിയാണ്. അത് ചോറിലൊഴിച്ച് എല്ലാവരും കൂട്ടുകയാണ്. എല്ലാവരും കൂട്ടി നോക്കുക, നല്ല രസമുണ്ടെന്ന്. ചോറിലൊഴിച്ച് എല്ലാവരും ചോറിലൊഴിച്ച് കൂട്ടി നോക്കുക. കറി എങ്ങനെയുണ്ട്? കുറച്ച് കൂട്ടി നോക്കിയിട്ടൊന്ന് പറഞ്ഞ എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? എല്ലാവരും ഈ വീഡിയോ കണ്ട് എനിക്ക് ലൈക്ക് അടിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.